ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് 2026 എക്സാം അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പം അതിലോട്ട് പോകുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാച്ചിൽ ക്ലാസ്സസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാച്ചിലുള്ളവരൊക്കെ ആ ഒരു കോൺഫിഡൻസിലാണ്, കാരണം നമ്മൾ ആ രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എവിടെ ജോയിൻ ആവുകയാണെങ്കിലും അവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജോയിൻ ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു വർഷം നഷ്ടപ്പെടാനില്ല. അപ്പോൾ ക്ലാസ്സുകൾ നല്ലതാണോ എങ്ങനെ അറിയാം? നിങ്ങൾ അവിടുത്തെ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവിടുത്തെ റിസൾട്ടുകൾ നോക്കുക. നമ്മുടെ ഡെമോ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, 77 36 70 70 45. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടുകൾ നിങ്ങൾ നോക്കൂ. ഇവരെ എക്സാമിന് വേണ്ടി മാത്രം നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയവരാണ്. അപ്പം ഇവരുടെ റിസൾട്ട് 6 മാർക്കിനാണ് ഇവർ കെമിസ്ട്രി ഫെയിൽ ആയിട്ട് വന്നത്. കണ്ടോ, 32 മാർക്കിലോട്ട്, അതും വളരെ കുറഞ്ഞ സമയം. നമുക്കറിയാം +2 റിസൾട്ട് വന്ന പിന്നെ എക്സാമിലോട്ട് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുമാത്രമല്ല, ഇവർ പലരും എക്സാമിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ ജോയിൻ ആയ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇവർ 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയിട്ട് വന്നവർ കണ്ടോ, 13 26 ആയതും 6 32 ആയതും. മാത്രമല്ല, ഇവരുടെ +1 മാർക്ക് കൂടി നിങ്ങൾ നോക്കൂ. ഇവരുടെ +1 മാർക്ക് നോക്കൂ, ഫിസിക്സിലെ 13. അത് കണ്ടോ, ഇവിടെ നമ്മുടെ ക്ലാസ് വളരെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട്, കഷ്ടി ഒരു മാസത്തെ ക്ലാസ് പോലും ഉണ്ടാവില്ല, ആ ഒരു ക്ലാസ്സുകൾ കൊണ്ട് 26 അതുപോലെ തന്നെ ഇവിടെ കണ്ടോ 23, അത് 32 +1 മാർക്കിന് അത്രയും ചേഞ്ച് ആയി. +2 അവർ ഫെയിൽ ആയതാണ്, അത് നമ്മൾ നോക്കുന്നില്ല. പിന്നെ അതിനകത്ത് മറ്റ് റിസൾട്ടാണ്, ഇവർ ഒരുപാട് അതിനകത്ത് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയതാണ്. റിസൾട്ട് വന്ന ദിവസം ഇവർ വിളിച്ചു പറഞ്ഞത് കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ കുറച്ചധികം മാർക്ക് കിട്ടിയേനെ, 5 മാർക്കിന് പൊട്ടിയിട്ട് 24 കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം അവർ എന്നിട്ട് അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനടക്കം അവർ നമ്മുടെ ബാച്ചിലോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ റിസൾട്ടും അങ്ങനെയാണ്. ഇവരുടെ റിസൾട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് കാണാം, 5 മാർക്ക് 24 മാർക്ക്, അതുപോലെ 6 മാർക്ക് 27 മാർക്കായ ഒരു കേസ്. അതുപോലെ തന്നെ ഇവിടെ 5 or 7 എങ്ങാണ്ടായിരുന്നു, ഒറ്റയടിക്ക് 28 എത്തിയ ഒരു കേസ് കണ്ടോ. അപ്പം അതുപോലെ തന്നെ അപ്പോൾ ഇവർ +2 ഫെയിൽ ആയിട്ട്, ഫിസിക്സ് ഫെയിൽ ആയിട്ട് ഇവർക്ക് +1 ഇവിടെ മാർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ +1 കണ്ടോ, +1 ഇവരെ മാർക്ക് 8 എന്ന് പറഞ്ഞാൽ +1 10 മാർക്കിന് ഫെയിൽ, പിന്നെ +2 5 or 7 കണ്ട, അത് ഒറ്റയടിക്ക്. അപ്പം +1 10ഉം +2 18 ഒറ്റയടിക്ക് 28 വേണമായിരുന്നു, അത് അവർ നേടിയത് കണ്ടോ. അങ്ങനെ ഫെയിലായ അവർക്കൊക്കെയാണ് പിന്നീട് B ഗ്രേഡിലോട്ടൊക്കെ അവർ എത്തുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അത് 2 സബ്ജക്റ്റ് ഒരുമിച്ച് ഫെയിലായിട്ടും അവർക്ക് ആ ഒരു അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചു. പിന്നെ 9 31 കേസുകൾ, അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കേസ് 10 28 ഇതെങ്ങനെ 14 32 കേസുകൾ, ഇവരുടെ മാർക്കാണ് 39 മാർക്ക്. അതായത് ഇവർ ഫിസിക്സ് ഫെയിലായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുമ്പോൾ നോക്കൂ, ഇവരുടെ ഫിസിക്സിലെ +1 മാർക്ക് നോക്കൂ 16. നമ്മുടെ ബാച്ചിൽ വളരെ കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് ഇവരെ ഫിസിക്സിലെ മാർക്ക് നോക്കൂ 39 എത്തി. ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിനെ അറൗണ്ട് 40 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേ, അവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു, B ഗ്രേഡിലോട്ട്, അങ്ങനെ ആ 2ലും B ഗ്രേഡിലോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ചേഞ്ച്. അപ്പം ഇതുപോലെ റിസൾട്ടുകൾ നിങ്ങൾക്ക് നോക്കാം, ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ 17 30 ഒരു കേസ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഞാൻ നമ്പർ അതിനകത്ത് ഒന്നുകൂടി പറയാം, 77 36 70 70 45. അപ്പം നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വൈകും തോറും നിങ്ങളെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. അപ്പം നിങ്ങൾ ഏറ്റവും നേരത്തെ അതിനകത്ത് ജോയിനായി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരും, ഇനി ഒരു വർഷം നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്, നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചത്, അതിന്റെ നോട്ടിഫിക്കേഷൻ നവംബറിൽ വരാനുള്ള സാധ്യതകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം അതിനകത്ത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്ന് പറയുമ്പോൾ ആ ഒരു 1-1.5 മാസത്തിനകത്ത് വരാനുള്ള സാധ്യതകളാണ് അവിടെ കാണുന്നത്. പക്ഷേ അതിന് മുന്നേ എന്തെങ്കിലും അതിനകത്ത് അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളത് നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചത് നവംബറിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.